ജാസി പെണ്ണാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആണാണോ എന്ന് ചോദിച്ചാലും അല്ല. പിന്നെ ഇത്രയും പുട്ടിയിട്ട് പട്ടിഷോ കാണിക്കാൻ ജാസി ആരാ? ഞാൻ പുട്ടിയിടുന്നതുകൊണ്ട് മോൾക്കുള്ള ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, ഇപ്പൊ മോള് ചോദിച്ചു ജാസി ആണാണോന്ന് ചോദിച്ചാൽ അല്ല, പെണ്ണാണോന്ന് ചോദിച്ചാൽ അല്ല. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ തിരിച്ചു ചോദിക്കാണ്, മോള് പെണ്ണാണോ? ജാസി ഇപ്പൊ എന്റെ കാര്യത്തിൽ എന്റെ ജെൻഡർ ഞാൻ തുടക്കം തൊട്ടേ പെണ്ണാണെന്നുള്ള ഐഡന്റിറ്റി തന്നെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. പക്ഷെ ജാസി അത് മോള് പറയുന്നതല്ലേ? ഇപ്പൊ മോള് എന്നോട് ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ് മോള് പറയുന്നതാണ്, ഞാൻ പെണ്ണാണെന്നുള്ളത്. തെളിവ് എന്താ ഉള്ളത്? മോള് പെണ്ണാണെന്നുള്ളത് തെളിവ് എന്താ ഉള്ളത്? പക്ഷെ ഒറ്റൊരു കാര്യം, ഞാൻ എന്റെ ജെൻഡർ എന്താണോ ലേഡി എന്നുള്ള ജെൻഡറിൽ ഞാൻ നിന്നു, ഞാൻ കല്യാണം കഴിച്ചു, ആ ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കല്യാണം കഴിച്ചു, മോള് കുട്ടിയുണ്ട്, ഒക്കെ റെഡിയാണ്. മോള് പെണ്ണാണെന്നുള്ളതിന്റെ തെളിവ് എന്താണ്? ഇപ്പൊ എന്നോട് മോള് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. ഇതിനൊക്കെ വിളിച്ച് ഇരുത്തി ഇന്റർവ്യൂ നടത്തുന്ന നിങ്ങളെ പറഞ്ഞാൽ മതി. പെണ്ണാണ് തെളിയിക്കാൻ എന്താണ് നിങ്ങളെ കയ്യിലുള്ളത് എന്നുള്ളത്. ലാസ്റ്റിട്ട് മാടിപ്പൊക്കി ഞാൻ കാണിച്ചു കൊടുക്കണോ എന്നൊക്കെയാണ് ജാസി ചേച്ചി ചോദിച്ചിട്ടുള്ളത്. ജാസി ചേട്ടൻ ചോദിച്ചിട്ടുള്ളത്. എൻ്റെ പൊണ്ണ് ജാസി, നിങ്ങൾ ഈ പ്രഹസനം കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും നല്ല ചീത്തപ്പേരുണ്ടായിട്ടുള്ളത്. ആ ഒരു പെൺകുട്ടിയാണ് തെളിയിക്കാൻ പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ ജനന സർട്ടിഫിക്കറ്റ്, അവരുടെ ഐഡന്റിറ്റി അതാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളല്ലേ പറഞ്ഞു ഞങ്ങളെ സത്തും ഞങ്ങളെ സാമ്പാർ എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നത്. എന്തുവാ ഇത്? വെറുതെ നാണം കെടായിട്ട് നടക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ വിചാരത്തിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇതിനെ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ടല്ല ചെയ്യണത്, എല്ലാവർക്കും ഇതിനോട് വെറുപ്പാണ്. കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെയുള്ള കുറേ എണ്ണത്തിനെ കൊടുത്ത് ഇൻ്റർവ്യൂ നടത്തിയിട്ട് നല്ല അടിപൊളി മെസ്സേജുകൾ സമൂഹത്തിന് കൊടുക്കണം കേട്ടോ. എന്തൊക്കെ പ്രഹസനങ്ങളാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവതാരിക ഞാൻ സമ്മതിച്ചു പോയി. ഇത്രയും നേരം അതിങ്ങനെ സഹിച്ചിരുന്നല്ലോ. ഇതൊക്കെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് നടത്തുന്ന ഇൻ്റർവ്യൂ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കോൺട്രവേഴ്സി ഉണ്ടാവണമല്ലോ അല്ലേ? എന്തായാലും നല്ല ഇമേജ് ഉള്ള ഒരാളെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ആളുകളെ തന്നെ നാളെയും നിങ്ങൾ ഇൻ്റർവ്യൂ നടത്തണം. അങ്ങനെ ജനങ്ങളിലേക്ക് ഭയങ്കര മെസ്സേജുകൾ കൊടുത്തിട്ട് നാളെ നിങ്ങൾ ഇതാവണം എന്നങ്ങ് പറഞ്ഞു കൊടുക്കണേ. ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി തന്നെ ഇതിനെപ്പോൾ എതിർത്തിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം പറയും എനിക്കിങ്ങനെ ഒരു ജന്മം വേണ്ട, അടുത്ത ദിവസം പറയും ഞാൻ അടുത്ത ജന്മം ആണായി ജനിച്ചാൽ മതി, അല്ലെ പെണ്ണായി ജനിച്ചാൽ മതി. ഇതിങ്ങനെ മാറി 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 ഒരു നിലവാരമില്ലാതെ മാറ്റി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു ജീവിയാണ് ഇതെന്ന് പറയേണ്ടി വരും. കൊള്ളാം. എന്തായാലും ആ പെൺകുട്ടിയാണ് തെളിയിക്കാൻ ഇനി ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പെൺകുട്ടിയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരുത്തം കല്യാണം കഴിച്ച് അതിനൊഴിവാക്കി, അത് കഴിഞ്ഞ് ഞാൻ ഇതാണ് അതാണ് പറഞ്ഞ് നടക്കുന്നത്. അതേപോലെ ബ്രസ്റ്റ് സർജറി ചെയ്തതിന് ശേഷം പറയുന്നത് ഞാൻ എല്ലാം ചെയ്ത് കിടക്കാണ്, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ. എൻ്റെ പൊന്നോ, ഇതൊക്കെ കേൾക്കുന്നല്ലെങ്കിൽ കാണുന്ന ജനങ്ങളെ സമ്മതിച്ചു പോയി കേട്ടോ. നല്ല സപ്പോർട്ടുണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും പെൺകുട്ടിയിലേക്ക് നല്ല കേട്ടുള്ളൂ. മതി എന്ന് പറയുന്നത് തന്നെ ഒരു ജെൻഡറിന്റെ ഒരു റിപ്ലൈ ആണ്. കുട്ടി ആയതിനു ശേഷം എത്രയോ പേര് പറയാനുള്ള കാര്യം, ജാസി ഓൾറെഡി ജെൻഡർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മെയിൽ ആണെന്ന് പറഞ്ഞു. പിന്നെ ഒരു കല്യാണം കഴിച്ചു, പിന്നെ അത് ഞാനൊരു ഫീമെയിൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ ജാസിന്റെ ജെൻഡർ എന്താന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കടക്കം മലയാളികൾക്ക് കൂടുതലായിട്ടുള്ള ഒരു ഡൗട്ടാണിത്. ഞാൻ ഒരു കാര്യം പറ്റേ, ഞാൻ ഇപ്പൊ ഇത് എന്റെ ജെൻഡർ ആണെന്ന് പറഞ്ഞു ഞാൻ നെയിം ബോർഡ് വരെ ഒട്ടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും ഈ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാനിങ്ങനെ തുണി കാണിച്ചു കൊടുക്കണം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പൊ എന്നോട് ഇപ്പൊ മോൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന് ഞാൻ സ്ട്രേറ്റ് ആയിട്ട് ഉത്തരം പറയാം, ഞാൻ ട്രാൻസ് ആണ്. അത് ഓൾറെഡി ഇനിയിപ്പോ ട്രാൻസ് ആണോന്ന് ചോദിച്ചാൽ അതിന് എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ എനിക്ക് മാടി കാണിച്ചു തരാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ എനിക്ക് എന്റെ ID കാർഡ് കാണിച്ചു തരാൻ വേണ്ടി പറ്റും.